സത്യ. നാളെ പ്രൊജക്ട് തയ്യാറാക്കിക്കൊണ്ട് വരേണ്ടത് രമേശാണ്. അവരും ചെയ്തോണ്ട് വരണം, പ്രത്യേകിച്ചും രമേശ്. പത്മിനി, നാളെ വരുമ്പോ ആ ചെയ്തു വച്ചിരിക്കുന്ന പ്രൊജക്റ്റും കൂടെ അച്ഛനെയും കൊണ്ടുവന്നാലേ ഞാൻ പത്മിനിയെ ക്ലാസ്സിൽ കയറ്റൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. ശ്യാമാൻ്റെ ഇന്ന് രാത്രിയില് പപ്പിയുടെ ബാഗിൽ വെക്കുന്ന പ്രോജക്ട് റിപ്പോർട്ട് എന്റെ ബാഗിലാണ് വെച്ചത്. ഇനി ഇതും കൊണ്ട് ടീച്ചറിന്റെ മുന്നിലേക്ക് ചെല്ലാനും പറ്റില്ലല്ലോ. ചെന്നാ ഇത് ഒളിപ്പിച്ചു വെച്ചെന്നും പറഞ്ഞ് എന്റെ അമ്മയും വിളിച്ചോണ്ട് വരേണ്ടി വരും. ഈശ്വര, ഇതൊരു ഭയങ്കര ചതിയായി പോയല്ലോ. വാ സത്യ. ഞാനിന്നാ ആ ഓട്ടോയിൽ പോയിട്ട് വരാം. പൊന്നി അകത്തേക്ക് ചെല്ല്, ശ്യാമ അവിടെ ഉണ്ട്. ശാന്ത, ശരി. ഒന്ന് സ്കൂൾ വരെ പോയിട്ട് വരാം. ഇതെന്താ ഇപ്പൊ ചോറ് കൊണ്ടുപോകുന്നത്? സമയം ഒരുപാട് വൈകിയല്ലോ. ശ്യാമക്കുഞ്ഞ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ചോറെടുത്ത് വെച്ചു, കുട്ടികളുടെ ബാഗിലേക്ക് വെച്ചില്ല. ശാരദാമ്മ കുറച്ചു മുമ്പാ ചോറ്റുപാത്രം കണ്ടത്. ശ്യാമക്കുഞ്ഞിന്റെ ശ്രദ്ധക്കുറവ് തന്നെയാ പൊന്നി ഇതെല്ലാം വരുത്തി വെക്കുന്നത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എല്ലാം ശാരദാമ്മനെ നോക്കണ്ടേ. ശ്യാമക്കുഞ്ഞിന് എന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവിടെ നിൽക്കുമ്പോ. പപ്പിമോളുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാ നോക്കിയിരുന്നേ. ഞാനൊന്നും അറിയേ വേണ്ട. ഞാൻ എന്തു പറയാനാ, മുറി അടച്ചിരുന്ന് എപ്പോഴും കരച്ചില്ല. പുറത്തേക്കൊന്ന് ഇറങ്ങി വരികയോ മറ്റുള്ളവരോടൊന്ന് സഹകരിക്കുകയോ ഇപ്പൊ ഒന്നും ശ്യാമകൊച്ച് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഉള്ളിലുള്ള സങ്കടമൊക്കെ മാറുന്നേ? ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു കൂട്ടിയാ സങ്കടം കൂടത്തല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ശരിക്കും എന്താ പറ്റിയത്? ഞാനായിട്ട് തന്നെയാണല്ലോ ദൈവമേ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് കുട്ടികളുടെ ചോറ് പാത്രം പോലും ഭാഗ്യ വെക്കാൻ മറന്നുപോയി എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും എനിക്ക് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എല്ലാവർക്കും മുന്നിൽ ഞാനിപ്പോ ഒരു പരിഹാസപാത്രമായിട്ട് മാറുവാണോ? അറിയില്ല. എനിക്കിപ്പോ എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. ശ്യാമക്കുഞ്ഞി, പൊന്നു ചേച്ചി, പൊന്നു ചേച്ചി,
എന്താ കുഞ്ഞെ? എനിക്കറിയില്ല പൊന്നു ചേച്ചി, പക്ഷെ എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. കുട്ടിയുടെ ഭക്ഷണകാര്യങ്ങളൊക്കെ കുഞ്ഞ് മറക്കാത്തതാണല്ലോ. എല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ട് ഉറപ്പിക്കാനായി ഒന്നുകൂടെ ബാഗ് തുറന്ന് നോക്കിയിട്ടേ കുട്ടിയെ പറഞ്ഞു വിടാറുള്ളൂ. ആ കുഞ്ഞിന് ഇതെന്ത് പറ്റി? പൊന്നു ചേച്ചി, കുട്ടികൾക്ക് രണ്ടുപേർക്കും ചോറ് ഞാനാ എടുത്തേ. പക്ഷെ ഞാനത് ബാഗിലേക്ക് എടുത്തു വെച്ചില്ല. അതിനു മുൻപ് എന്റെ ഓർമ്മ എവിടെയോ പോയി. കുട്ടികളപ്പോ ഇത്രയും നേരം വിശന്നിരിക്കണ്ടേന്ന് ഓർത്താവും ശാരദാമ്മ വഴക്ക് പറഞ്ഞത്. അത് കാര്യമാക്കണ്ട, അമ്മമാരല്ലേ, വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അങ്ങ് കരുതിയാ മതി. അല്ല, പൊന്നു ചേച്ചി എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? സത്യമ്മ ചെറിയൊരു കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കടകളിൽ കുടിൽ വ്യവസായം പോലെ പലഹാരങ്ങളൊക്കെ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകും. കടകളിൽ നിന്നൊക്കെ ഓർഡർ എടുക്കേണ്ടത്. ഇവിടെ 1-2 കടകളുണ്ട്. അവിടെ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓർഡർ കിട്ടിയാ ഇന്ന് കൊടുക്കുന്നതിന്റെ ഒപ്പം കൊടുക്കാലോ. ഇവിടെ എത്തിയപ്പോഴാ ഓർത്തെ നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണല്ലോന്ന്. അപ്പൊ പിന്നെ എല്ലാരെയും ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ശ്യാമക്കുഞ്ഞ് ഒരു ദിവസം അങ്ങോട്ടൊന്ന് ഇറങ്ങ്. സത്യാമ്മയും രാഘവൻ സാറിനൊക്കെ ഒന്ന് കാണാലോ. എന്നെ കണ്ട സത്യമ്മ ബഹളം വെക്കും. മനസ്സാകെ ചത്തിരിക്കുക പൊന്നു ചേച്ചി. ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ല. മരിക്കാൻ നോക്കിയിട്ട് അതിനുള്ള ധൈര്യവുമില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാനിത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നതെന്ന്.